സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പനി പിടിച്ച് കിടപ്പിലായിരുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ചൊന്ന് ഓക്കെ ആയി വന്നത്. സോ നമ്മൾ പുതിയ സെൻസി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊരു ആൻഡ്രോയിഡിൻ്റെ സെൻസിയാണ്. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോസ് പോലെ തന്നെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് സെൻസി ഫുള്ള് സെറ്റ് ചെയ്യാം. ഓക്കെ, സെൻസി ഫയൽ ഞാൻ ഡ്രൈവ് ഫയലാക്കി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം ഡ്രൈവ് ഫയൽ ടെലിഗ്രാമിൽ കയറി ഡ്രൈവ് ഓപ്പൺ ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് സെറ്റാക്കാം. കഴിഞ്ഞ വീഡിയോയ്ക്ക് ചെറുതായിട്ട് ക്വാളിറ്റിക്കൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്ക് അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്നാക്കി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോൺ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ഫസ്റ്റ് ഫോൺ ഒപ്റ്റിമൈസേഷൻ, സെക്കൻഡ് ഗെയിം ഒപ്റ്റിമൈസേഷൻ. അപ്പം ഗെയിം ഒപ്റ്റിമൈസേഷൻ വരുന്നത് റാം വൈസ് ആണ്. സോ റാം വൈസ് നിങ്ങൾക്ക് ഇട്ടിട്ട് സെറ്റാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ കറക്റ്റ് സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ അതിന് വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ ഇൻസ്റ്റയ്ക്കകത്ത് നമ്മൾ പുതിയൊരു AI ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയുടെ ബയോയിലുണ്ട് സെൻസി AI വെച്ച് ജനറേറ്റ് ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് റാം സെൻസി സെറ്റ് ആകുന്നതിനെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ഫോണിൻ്റെ കറക്റ്റ് സ്പെസിഫിക് സെൻസി ജനറേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗെയിം സെൻസിറ്റിവിറ്റിയിലോട്ട് പോകാം. പക്ഷേ ഗെയിം അല്ല, ഫോൺ ഒപ്റ്റിമൈസേഷൻ മാറിപ്പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടി. ഓക്കെ. പിന്നെ വീഡിയോ ആരും സ്കിപ്പാക്കല്ലേ, ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ് അടിക്കാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ് അടിച്ചിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫോൺ ഒപ്റ്റിമൈസേഷനിലോട്ട് പോകാം.
അപ്പോൾ ഫോൺ ഒപ്റ്റിമൈസേഷൻ എല്ലാവർക്കും സെറ്റായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കൂട്ടിയിടുക. ഓക്കെ, ഹൈ പിക്ചർ ക്വാളിറ്റി ഇട്ടിട്ട് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോയെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് സ്ലോ ആക്കി ഇട്ടിട്ട് കാണുക. ഓക്കെ, വീഡിയോയുടെ പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ടിട്ട് കണ്ടാൽ മതി, അപ്പോൾ അതും സെറ്റാകും. പിന്നെ ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ V1 സെൻസിയുടെ ഡ്രൈവ് ഫയൽ ലിങ്ക് കൊടുത്തേക്കാം. ഡ്രൈവ് ഫയൽ ലിങ്ക് ആയിരിക്കത്തില്ല, ടെലിഗ്രാം ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, എൻ്റെ അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് CSOP V1 സെൻസി എന്ന് പറഞ്ഞൊരു ഡ്രൈവ് ഫയൽ കാണും. അപ്പോൾ ആ ഡ്രൈവ് ഫയലിൻ്റെ അകത്ത് സെൻസിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വീഡിയോയ്ക്കകത്ത്. ഓക്കെ, അപ്പോൾ ആ ഡ്രൈവ് ഫയലിൻ്റെ അകത്ത് ഈ സെയിം വീഡിയോ കാണും, അതും കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഗെയിം സെൻസിയാണ്. അപ്പോൾ നമുക്ക് ഗെയിം സെൻസിയിലോട്ട് പോകാം. അപ്പം ഗെയിം സെൻസി ഞാൻ പറഞ്ഞ പോലെ റാം വേരിയൻ്റ് ആണ്. ഓക്കെ, അപ്പം റാം വേരിയൻറ്റ് നിങ്ങൾക്ക് സെറ്റ് ആകുന്നില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എൻ്റെ മറ്റേ AI എങ്ങനെ യൂസ് ചെയ്ത് സെൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം സെൻസിയിലോട്ട് പോകാം. അപ്പം ഗെയിം സെൻസി എല്ലാവർക്കും സെറ്റായെന്ന് വിചാരിക്കുന്നു. അപ്പം ഗെയിം സെൻസി ഇനിയും സെറ്റായിട്ടില്ലെങ്കിൽ ഒരു മാർഗ്ഗം കൂടിയുള്ളൂ ഗെയിം സെൻസി സെറ്റ് ചെയ്യാനായിട്ട്. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ AI ഫീച്ചർ. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇനിയും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിമിലെ സെൻസി AI വെച്ച് ജനറേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുക. ഓക്കെ, എൻ്റെ പ്രൊഫൈലിൽ വന്ന ഉടനെ നിങ്ങൾക്ക് കാണാം FF സെൻസി AI CSOP എന്ന് കാണാം. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ AI ഇവിടെ ഓപ്പൺ ആകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബെസ്റ്റ് സെൻസി ഫോർ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ പേര് ഞാൻ റാൻഡമായിട്ട് കൊടുക്കുവാണ്. ഞാൻ iPhone 14 കൊടുക്കുവാണ്. iPhone 14. ഓക്കെ, കൊടുത്തപ്പോൾ തന്നെ വേണ്ട നമ്മുടെ സെൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചിലവർക്ക് ഇത് പലർക്കും പല ഡിഫറൻസിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ 4x സ്കോപ്പ് കഴിഞ്ഞിട്ട് ചിലർക്ക് 6x സ്കോപ്പ് ആയിരിക്കും വരുന്നത്, അങ്ങനെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ സ്നൈപ്പർ സ്കോപ്പും ക്യാമറയും ഫയർ ബട്ടൺ സൈസും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എന്നെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സെൻസീസ് ഉണ്ട് ഇതിനകത്ത് ഞാൻ കാണിക്കാം. ആണ് ഇത് ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു സെൻസിയാണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സെൻസിയാണ്. ഇതിൻ്റെ അകത്ത് ഉണ്ടോ 4x സ്കോപ്പ്, ക്യാമറ വരെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഫയർ ബട്ടൺ സൈസ് ഇല്ല, സ്നൈപ്പർ സ്കോപ്പ് ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ആഡ് സ്നൈപ്പർ സ്കോപ്പ് 2 കണ്ടോ, അത് അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്നൈപ്പർ സ്കോപ്പ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്ത് തരും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്നൈപ്പർ സ്കോപ്പ് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർ ബട്ടൺ സൈസ് വേണം. അപ്പോൾ റിപ്ലൈ എടുത്തിട്ട് ആഡ് ഫയർ ബട്ടൺ സൈസ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫയർ ബട്ടൺ സൈസും ആഡാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്തിട്ട് സെറ്റ് ആയില്ലെങ്കിൽ ഈ സൈഡിലൊരു റീസൈക്കിളിൻ്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ സെൻസ് നിങ്ങൾക്ക് ഒന്നുകൂടി ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, വേറെ ഒരു ഡിഫറെൻറ്റ് സെൻസിറ്റിവിറ്റി ആ ഫോണിൻ്റെ ജനറേറ്റ് ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ സെൻസിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സെൻസി ടെലിഗ്രാം ചാനലാണ് കിടക്കുന്നത്, അപ്പം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഓൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ടെലിഗ്രാമിനോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഈ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്യാനുള്ളേ ഉള്ളൂ. പിന്നെന്തുവാ, ഞാനൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് സെയിലിങ്ങിൻ്റെ ഗ്രൂപ്പും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് അക്കൗണ്ട് സെയിലാക്കാനും ബൈ ആക്കാനും പറ്റുന്നത് ഞാൻ ഗ്യാരണ്ടീഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നൊരു പയ്യൻ്റെ ഗ്രൂപ്പാണ്. അതുമാത്രമല്ല FFKDA വെരിഫൈഡ് ആളും കൂടിയാണ്. സോ ട്രസ്റ്റഡ് ആയിട്ട് തന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെയിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ ചാനൽ ആരെയും സബ് അടിക്കാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് അടിച്ച് വെച്ചാൽ നമ്മൾ ഒരാഴ്ചക്കകത്ത് തന്നെ പുതിയ സെൻസി കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പം സൈനിങ് ഔട്ട്. ഓക്കെ, ബൈ.